മാജിക് അവൻ പവർഡ് ബൈ ക്രസ്റ്റൻ ക്രമിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണയായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് സാധാരണ നോർമൽ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചോറുണ്ടാകും, പിന്നെ ഒന്നോ രണ്ടോ കറികൾ, വെജിറ്റേറിയൻ. നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും തരം മീൻ, അതൊക്കെയാണ്. പിന്നെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും എന്താ പറയുക, എപ്പോഴും സേഫ് എന്ന് പറയുന്നത് ചിക്കനാണ്, അല്ലെങ്കിൽ കോഴിക്കറി, അല്ലെങ്കിൽ കോഴി കൊണ്ടുള്ള വ്യത്യസ്തമായ വിഭവങ്ങൾ. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ ഏറ്റവും സേഫായിട്ട് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓർഡർ ചെയ്യുന്ന കാര്യം ചിക്കനാണ്. ചിക്കൻ കൊണ്ടുള്ള വ്യത്യസ്തമായ വിഭവങ്ങൾ. കാര്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് ചിക്കനാണ്, ഒരു പക്ഷേ മത്സ്യം കഴിഞ്ഞാൽ. കാരണം ബീഫ് എന്ന് പറഞ്ഞാൽ സെലക്റ്റീവാണ്. കുറച്ച് ആൾക്കാർ ബീഫ് കഴിക്കും, പിന്നെ കുറച്ച് പേര് മട്ടൺ കഴിക്കും. അതൊക്കെ ഒരു റെഡ് മീറ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. അതേസമയം ചിക്കൻ എന്ന് പറഞ്ഞൊരു കോമൺ ഫാക്ടർ പോലെ നമുക്ക് വിചാരിക്കാം, സാധാരണയായിട്ട് എല്ലാവരും കഴിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത് തന്നെ വ്യത്യസ്തമായ രീതിയിൽ സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ കൂടുതലായിട്ട് ഇപ്പോൾ ചൈനീസ് വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സിൽ കുറേ പാറ്റേൺ ഉണ്ട്. അതുപോലെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ചില വിഭവങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ ഒരു പക്ഷേ നോർത്ത് ഇന്ത്യൻ ആണോ എന്നോ സൗത്ത് ഇന്ത്യൻ എന്നോ ഒന്നും നമ്മൾ ആ വേർതിരിവ് പോലും നമ്മൾ നോക്കാറില്ല. നമ്മൾ പറയും ബട്ടർ ചിക്കൻ എന്ന് പറയും. അപ്പോൾ ബട്ടർ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ബട്ടർ ചിക്കന് മറ്റൊരു പേരും കൂടിയുണ്ട്, ചിക്കൻ മഖനി എന്ന് പറയും. അതായത് ബട്ടറാണ് ഹിന്ദിയിൽ മഖനി എന്ന് പറയും. അപ്പോൾ ചിക്കൻ മഖനി ഓർ ബട്ടർ ചിക്കൻ. അപ്പോൾ ഈ ബട്ടർ ചിക്കൻ മാജിക് അവനിലൂടെ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, വളരെ പണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. ഒരു പക്ഷേ മാജിക് അവൻ്റെ തുടക്കകാലത്ത് നമ്മളൊരു ബട്ടർ ചിക്കൻ കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതൊരു വ്യത്യസ്തമായൊരു ബട്ടർ ചിക്കൻ ആയിരുന്നു. അത് മാജിക് അവൻ്റെ തന്നെ പാചകവിധികൾ എന്ന് പറഞ്ഞ ഫസ്റ്റ് ബുക്കിൽ അതിൻ്റെ റെസിപ്പിയെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നും നമ്മളൊരു ബട്ടർ ചിക്കനാണ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ വ്യത്യസ്തമായ മറ്റൊരു ബട്ടർ ചിക്കൻ. ഒരു പക്ഷേ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നിങ്ങൾ ഓർഡർ ചെയ്താൽ കഴിക്കുന്ന ബട്ടർ ചിക്കനോട് കൂടുതൽ സാമ്യമുള്ള ഒരു ബട്ടർ ചിക്കനാണ് നമ്മൾ ഇതുവരെ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ മഖനി എന്ന് തന്നെ അതിന് പേരിടാം. അപ്പോൾ ഇതും വളരെ സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടമ്മയ്ക്ക്, ഏതൊരു വീട്ടമ്മയ്ക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയതാണ്. സ്വാദിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കും. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ മഖനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. ഇതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോഴി ഒരു ഇടത്തരം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്. മാരിനേഷന് വേണ്ട ചേരുവകൾ: ഇഞ്ചി അരച്ചത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1 ടേബിൾ സ്പൂൺ, അധികം പുളിയില്ലാത്ത തൈര് 4 ടേബിൾ സ്പൂൺ, എണ്ണ 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ചാട്ട് മസാല 1/2 ടീസ്പൂൺ, ഗരം മസാല പൊടി 1/2 ടീസ്പൂൺ. ഇനി ഗ്രേവിക്ക് വേണ്ട ചേരുവകൾ: വെണ്ണ 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി അരച്ചത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ടൊമാറ്റോ 4 ഇടത്തരം, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, കസൂരി മേത്തി പൊടിച്ചത് 1/4 ടീസ്പൂൺ, ഗരം മസാല പൊടി 1/4 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തത്, വെള്ളം 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, ഫ്രഷ് ക്രീം 1/2 കപ്പ്, മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ്. ചിക്കൻ മഖനി അഥവാ ബട്ടർ ചിക്കൻ തയ്യാറാക്കാൻ തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ നമ്മളുടെ നേരത്തെ കാണിച്ച ബട്ടർ ചിക്കനിൽ നിന്നും ഇത് കുറച്ച് വ്യത്യാസം എന്ന് പറയാൻ കാര്യം, ഇതിൽ നമ്മൾ കുറച്ച് ചേരുവകളെല്ലാം ചേർത്ത് ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കും. അതായത് കുറച്ച് മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം മാറ്റി വയ്ക്കുന്നു. ഒരു മിനിമം ഒരു 2 മണിക്കൂർ വെച്ചാൽ ഏറ്റവും നല്ലതാണ്. 2 മണിക്കൂർ ഓവർനൈറ്റ് മാരിനേഷൻ, തലേദിവസം രാത്രി പുരട്ടി ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് ചെയ്താലും വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്താലും മതി. എന്തായാലും 2 മണിക്കൂർ മിനിമം മാരിനേഷനാണ് ഏറ്റവും നല്ലത്. സാധാരണയായിട്ട് ഇപ്പോൾ ബട്ടർ ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ തന്തൂരി ചിക്കൻ്റെ പീസസ് ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ടിക്ക പോലെ ചെയ്തിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്ത പീസസ് അതെല്ലാം ഇട്ട് ചെയ്യുമ്പോഴാണ് അതിന് ആ ഒരു സ്മോക്ഡ് ഒരു എന്താ പറയുക, പുകഞ്ഞ അല്ലെങ്കിൽ ചുട്ടെടുത്തതിൻ്റെ ഒരു സ്വാദും കൂടി വരുമ്പോഴാണ് അത് ശരിക്കുള്ളൊരു ചിക്കൻ മഖനിയായി മാറുന്നത്. അപ്പോൾ നമ്മളത് വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് എയർ ഫ്രയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതായത് എണ്ണ തീരെ ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സ്, അത്തരം എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും അതിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിതൊന്നും വേണ്ട, നമുക്ക് സാധാരണ ഒരു ദോശക്കല്ലിലോ അല്ലെങ്കിൽ ഒരു തവയിലോ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് മാറ്റാൽ എന്താ പറയുക, അതിനെ നമുക്കൊന്ന് ഗ്രില്ല് ചെയ്ത് എടുക്കാമെന്ന് തന്നെ പറയും. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്രേവി ഉണ്ടാക്കി അതിലേക്ക് ഈ ചിക്കൻ്റെ പീസസ് ഇട്ടിട്ടാണ് ഈ ബട്ടർ ചിക്കൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കോഴിയുടെ കഷ്ണങ്ങൾ, ഇതൊരു ഇടത്തരം സൈസിലെ കോഴി, ഏകദേശം ഒരു 1.5 കിലോയുടെ കോഴിയെന്ന് പറയാം, തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച്, ഏതാണ്ട് ഒരു 30-35 പീസസ് ആയിട്ട് 30-35 കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. അതിവിടെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ വേണം. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി അരച്ചത് 1 വലിയ സ്പൂൺ വെളുത്തുള്ളി അരച്ചത്, അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ, 1 വലിയ സ്പൂൺ ഇഞ്ചി അരച്ചത്, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, അത് ഏത് തരം ആകാം, ബിരിയാണി മുളകും ആകാം അല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയും ആകാം, 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഞാൻ സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ചിക്കൻ പീസസിൽ പിടിക്കാൻ ആവശ്യമായ ഉപ്പ്, പിന്നെ ഗരം മസാലപ്പൊടി, എല്ലാ മസാലകളും കൂടി പൊടിച്ചെടുത്ത് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇനി ഒരു സ്പെഷ്യൽ കാര്യം ചേർക്കാൻ പോകുന്നത്
ചാട്ട് മസാല പൗഡർ. ചാട്ട് മസാല എന്ന് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരുന്നത് വാങ്ങാൻ കിട്ടും പാക്കറ്റിൽ, ചാട്ട് മസാല എന്ന് പറഞ്ഞത്. ഇതില്ലെങ്കിൽ ബ്ലാക്ക് സോൾട്ട് ചേർത്താൽ മതി. ബ്ലാക്ക് സോൾട്ട് കിട്ടുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് ചാട്ട് മസാല കിട്ടാൻ. ബ്ലാക്ക് സോൾട്ടിൻ്റെ ഒരു മണമൊക്കെയാണ് ചാട്ട് മസാലയ്ക്കും വരുന്നത്. കാര്യം ഇതിൽ വൺ ഓഫ് ദ ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഈ ചാട്ട് മസാലയുടെ ഒരു പ്രധാനപ്പെട്ട ചേരുവ ബ്ലാക്ക് സോൾട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക നോർത്ത് ഇന്ത്യൻ മണമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചാട്ട് മസാല ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല, അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഒരു 4 ടേബിൾ സ്പൂൺ, തൈരും, പിന്നെ ഒരല്പം എണ്ണ, സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഏതാണെങ്കിലും മതി. പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഇല്ലാത്ത എണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ആകും. ഇത്രയും കാര്യങ്ങൾ ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ അതിനെ ഒന്ന് ഇളക്കി ഈ മസാല ഐറ്റംസ് എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്കൊന്ന് തൊട്ട് നോക്കാം. അപ്പോൾ നമ്മളുടെ മാരിനേഷന് വേണ്ട മസാലയൊക്കെ ഞാനിവിടെ യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ചിക്കൻ്റെ പീസസ് അതിനകത്തേക്ക് ഇട്ട് കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. പിന്നെ സാധാരണയായിട്ട് ബോൺലെസ് ആയിട്ടാണ് ചിലപ്പോൾ ചിക്കൻ, ചിലപ്പോഴല്ല കൂടുതലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ ബോൺലെസ് ആയിട്ടാണ് ബട്ടർ ചിക്കൻ വരുന്നത്. അപ്പോൾ നമ്മളുടെ ഇവിടെ ഇഷ്ടം പോലെ ഫുൾ കോഴി കിട്ടും. അപ്പോൾ കഷ്ണങ്ങൾ നമ്മൾ എല്ലൊന്നും കളയുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ബോൺലെസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോൺലെസ് ആക്കി എടുക്കുക. അപ്പോൾ അളവിനൊന്നും വലിയ വ്യത്യാസം വരുന്നില്ല. ബോൺലെസ് ആക്കിയിട്ട് ചെയ്യുമ്പോൾ ചെറിയ മാറ്റങ്ങളോടുകൂടി ചെയ്യാം. ഒരു കോഴിയുടെ ഫ്ലഷി പോർഷൻ എല്ലാം കൂടി എടുത്തിട്ട് ഏകദേശം ഇത്രയൊക്കെ തന്നെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് അല്ലെങ്കിൽ ചേരുവകൾ ചേർത്ത് തയ്യാറാക്കാം. അങ്ങനെ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം തന്നെ അതിൻ്റെ മസാലയിൽ നന്നായിട്ട് പുരട്ടി തേച്ച് പിടിപ്പിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇത് മിനിമം 2 hours, 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ മസാലയിൽ പൊതിഞ്ഞ് ചിക്കൻ പീസസ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യും. ഇനി നമുക്ക് അടുത്തായിട്ട് കുറച്ച് വെള്ളം അടുപ്പിലേക്ക് വെച്ച് അടുപ്പ് കത്തിച്ച് ഇതിലേക്ക് ഒരു ഇടത്തരം സൈസിലെ 4 ടൊമാറ്റോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതിൻ്റെ തൊലി എടുക്കാനായിട്ട്. നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ സൈസ് ചെറുതാണെങ്കിൽ 5 ടൊമാറ്റോ വരെ ആകാം. എന്തായാലും ഇത്രയും ടൊമാറ്റോ ഒന്ന് ബ്ലാഞ്ച് ചെയ്യാം. ബ്ലാഞ്ചിങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കും. തിളച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം മാറ്റി നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റും. അത് കഴിഞ്ഞ് കൈകൊണ്ടൊന്ന് തൊട്ടാൽ മതി, ഇതിൻ്റെ തൊലിയെല്ലാം ഇളകി വരും. അത് കഴിഞ്ഞിട്ട് മിക്സി ഉപയോഗിച്ചിട്ടൊന്ന് അരച്ച് അത് പ്യൂറി ചെയ്ത് എടുത്തു വയ്ക്കാം. അതാണ് നമ്മുടെ ഗ്രേവിയുടെ ഒരു പ്രധാനപ്പെട്ട ചേരുവ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കട്ടെ. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് ടൊമാറ്റോ നന്നായിട്ട് ബ്ലാഞ്ച് ആയി കഴിഞ്ഞു. അതായത് തൊലിയൊക്കെ ഇങ്ങനെ വിട്ടു വരുന്ന ഒരു പാകമായി കഴിഞ്ഞു. ശരിക്കും ഇത് ഈ ഒരു പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലൂടെ ടൊമാറ്റോ വെന്ത് കിട്ടുകയാണ്. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്ത് വയ്ക്കുന്നു. അതിലേക്ക് ഈ ചൂടുവെള്ളത്തിൽ നിന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് അതിലേക്ക് മാറ്റും. ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ടൊമാറ്റോ ബ്ലാഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതി. അപ്പോൾ തൊലി കളയാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ചൂടുവെള്ളത്തിൽ നിന്ന് നേരെ തണുത്ത വെള്ളത്തിൽ തൊട്ടാൽ മതി, അതിൻ്റെ തൊലി മാറും. ഇനി ഇങ്ങനെ തൊലി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തണുക്കാനായിട്ട് സമയം കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ട് ഇതിനെ കുറച്ച് വലിയ കഷ്ണങ്ങളായി മുറിച്ച് മിക്സിയിലിട്ടൊന്ന് അടിക്കുക. അപ്പോൾ ടൊമാറ്റോ പ്യൂറി റെഡിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ബട്ടർ ചിക്കൻ്റെ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞല്ലോ വളരെ വർഷങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ ബട്ടർ ചിക്കൻ മാജിക് അവനിലൂടെ തയ്യാറാക്കി കാണിച്ചത്. അത് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡായിരുന്നു. അത് പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ മാജിക് അവൻ്റെ എപ്പിസോഡ് നമ്പർ 1 ബട്ടർ നാനും ബട്ടർ ചിക്കനായിരുന്നു വിഭവങ്ങൾ. അപ്പോൾ അത്രയ്ക്ക് നൊസ്റ്റാൾജിക്കാണ് ഈ ബട്ടർ ചിക്കൻ എന്നുള്ള ആ ഒരു പേര്. പക്ഷേ ആ രീതിയിലല്ല ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, കുറച്ചുകൂടെ വ്യത്യാസം. ഇപ്പോൾ വർഷം 10-15 ആയില്ലേ. അപ്പോൾ ഒരു 14.5 years ആയി, 15 വർഷത്തോട് അടുക്കുകയാണ് നമ്മുടെ മാജിക് അവൻ. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ ബട്ടർ ചിക്കൻ്റെ കാര്യത്തിലും വന്നിരിക്കുന്നു. അതുകൊണ്ട് വ്യത്യസ്തമായ ബട്ടർ ചിക്കൻ. എന്തായാലും വെയിറ്റ് ചെയ്യുക. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകും. അപ്പോൾ നമ്മളുടെ ടൊമാറ്റോ തൊലിയെല്ലാം മാറ്റി ഒരല്പം തണുത്ത് കഴിഞ്ഞിട്ട് വലിയ പീസസ് ആയിട്ട് മുറിച്ച് മിക്സിയുടെ ചെറിയ ബൗൾ ഉപയോഗിച്ച് ഞാനൊന്ന് അരച്ചെടുത്ത് 2 പ്രാവശ്യമായിട്ട് നല്ല എന്താ പറയുക തരിയൊന്നും ഇല്ലാണ്ട് നല്ലൊരു പ്യൂറി, ടൊമാറ്റോ പ്യൂറി അങ്ങനെ സംഭവം റെഡിയാണ്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുവാണ്. 2 മണിക്കൂർ സമയം കഴിഞ്ഞു. ഇനി നമ്മൾ അതൊന്ന് എന്താ പറയുക ഗ്രിൽ ചെയ്തെടുക്കാമെന്ന് പറയാം അല്ലേ, തവ ഗ്രിൽ. തവയിൽ വെച്ചിട്ട് നമ്മളൊന്ന്
രണ്ടും വശവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ബ്രൗൺ കളറാക്കി എടുക്കാൻ പോകണം. അപ്പോൾ ഒരല്പം 1 ടേബിൾ സ്പൂൺ വെണ്ണ മാത്രം ഉപയോഗിക്കും. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇച്ചിരിയുടെ വലിപ്പമുള്ളത് കിട്ടിയാൽ കൂടുതൽ നല്ലത്. ഇത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇതിനെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബട്ടർ ചിക്കനാണ്, അതുകൊണ്ട് ബട്ടറാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇതൊന്ന് അലിയട്ടെ. ഇത്രയും വേണം, തന്നെ ധാരാളം മതി. നമ്മൾക്ക് ഇത്രയും ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റാം. ഇത് ഷാലോ ഫ്രൈ ആണ്, കണ്ടല്ലോ, എണ്ണയിൽ വറുത്ത് ഓരോന്നും അല്ല, ഇതൊരു തരം ഗ്രില്ലിംഗ് ആണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസസ് ഇങ്ങനെ നിരത്തി വയ്ക്കുക. നമ്മളെല്ലാം നിറച്ച് വെച്ച് കഴിഞ്ഞു. ഇനി ഒരു പകുതിയും കൂടി ഉണ്ട്, അത് അടുത്ത പ്രാവശ്യം തിരിച്ച് മറിച്ച് വിടാം. എന്നാലും ഇതൊന്നും നല്ലതായിട്ട് ഒരു സൈഡ് ഒരു ബ്രൗണായി വരും, അന്നേരം തിരിച്ചിടാം. ഇങ്ങനെ നമ്മൾ ഈ ചിക്കൻ, മാരിനേറ്റഡ് ചിക്കൻ ഇങ്ങനെ ഗ്രിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും. ഈ അടുക്കള മുഴുവൻ മണക്കുന്ന ഒരു നല്ല രസകരമായൊരു മണമാണ്, കഴിക്കാൻ തോന്നുന്നൊരു മണം. ഒരു പക്ഷേ വീട്ടിലേക്ക് അതിഥികൾ കയറി വന്നാൽ കിച്ചണിലെ മണം ഏതാണ്ട് ഫ്രണ്ട് റൂം വരെ എത്തും. അതാണ് ഈ ഒരു മാരിനേഷൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും ഇതൊരു സൈഡ് ആയിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് തിരിച്ചിടാം. അപ്പോൾ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും, അതിൽ കിടന്ന് തന്നെ ഇത് വേകും. ആയിട്ട് തിരിച്ചും മറിച്ചു ഇട്ടപ്പോൾ ഞാൻ ബട്ടറിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത് റെഡിയാകുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യാം. വിശാൽ മാജിക്. ഇപ്പം നല്ല മണം വന്നു തുടങ്ങി. ആ ബട്ടറിലാണല്ലേ ഇങ്ങനെ കിടന്ന് ഗ്രില്ലായിരുന്നു വരുന്നത്. ബട്ടർ ഒരുപാടൊന്നും ഇട്ടിട്ടില്ല, 1 ടേബിൾ സ്പൂണേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ എണ്ണയാണ്, അതിൻ്റെ ഫാറ്റ് എല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ കണ്ടില്ല, നമ്മളിങ്ങനെ ഞെരുക്കി വെച്ചിരിക്കുമായിരുന്നു, ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റഫ് ചെയ്ത്. അത് പക്ഷേ ചിക്കൻ ഇങ്ങനെ വെന്ത് തുടങ്ങുമ്പോൾ അത് ചുരുങ്ങും. അപ്പോൾ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിടാം. മൂക്കുന്നതിനനുസരിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. കളറൊന്ന് ബ്രൗൺ ആകുന്നത് നോക്കി. ഇപ്പോൾ നടുക്ക് ഭാഗത്തുള്ളതെല്ലാം കുറച്ചുകൂടി പെട്ടെന്നാകും. അത് അതിൻ്റെ തീ അങ്ങനെയല്ലേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ മതി. അപ്പോൾ ഗ്രില്ലിംഗ് വളരെ സുഗമമായി നടക്കുന്നു. നല്ലൊരു മണം. മൂക്കുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഈ രീതിയിൽ നമ്മൾ ഗ്രില്ല് ചെയ്ത് ഇതിൽ നിന്ന് മാറ്റുന്നു. എന്നിട്ട് ഈ ബാക്കി കിടക്കുന്ന ഈ ബട്ടറിൻ്റെ ഉരുകിയ ബട്ടറിലേക്ക് തന്നെ ബാക്കി മാരിനേറ്റഡ് ചിക്കൻ പീസസും കൂടി ഇട്ട് ഇതുപോലെ തന്നെ ഗ്രില്ല് ചെയ്ത് മാറ്റാം. അപ്പോൾ ചിക്കൻ്റെ പീസസ് എല്ലാം തന്നെ നമ്മളിങ്ങനെ തവ ഗ്രിൽ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, ഗ്രിൽഡ് ചിക്കൻ പോലെ തന്നെയാണ്. നല്ല മണം. ഇതിങ്ങനെ തന്നെ കഴിക്കാനും വളരെ നല്ലതാണ്, ഗ്രിൽഡ് ചിക്കനായിട്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട്, നമുക്ക് പക്ഷേ ഇപ്പോൾ ബട്ടർ ചിക്കനല്ലേ ഉണ്ടാക്കുന്നത്, ചിക്കൻ മക്കനി, ഒരു 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ വെണ്ണ. അപ്പോൾ ഇനി മാരിനേഷൻ കാര്യങ്ങളെല്ലാം തന്നെ വെണ്ണയിലാണ് ചെയ്യുന്നത്. ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ ബട്ടർ തന്നെ വേണ്ട എല്ലാ കാര്യത്തിലും. അതൊന്ന് ഉരുകി ചൂടായി കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, അതായത് വെളുത്തുള്ളി അരച്ചത് 1 ടേബിൾ സ്പൂൺ, ഒരു വലിയ സ്പൂൺ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചത്, ജിഞ്ചർ പേസ്റ്റ്. 2 കാര്യങ്ങളും കൂടി കിടന്ന് ഈ വെണ്ണയിൽ കിടന്ന് മൂത്ത് നല്ല മണം. ഇപ്പം തന്നെ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇത് കുറച്ച് ആ പച്ചച്ചുവേക്കന്മാർ ഒന്ന് മൂത്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജാണ്. അപ്പം ഇത് മൂക്കുന്നൊരു സ്റ്റേജിലേക്ക് വന്ന് തുടങ്ങിയിരിക്കുകയാണ്. നല്ല മണം വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4, 1/4 ടീസ്പൂൺ മതി. ഇനി ഇതിലേക്ക് മുളക് പൊടി, പിരിയൻ മുളക് പൊടി ആകാം, അതല്ല സാധാരണ ആയാലും മതി. ഇപ്പം ഞാൻ സാധാരണ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഒരു വലിയ സ്പൂൺ. അപ്പം മുളക് പൊടിയുടെയും പച്ചച്ചുവ മാറണം, മഞ്ഞൾപ്പൊടിയുടെയും പച്ചച്ചുവ, ഇതെല്ലാം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അതിൻ്റെ മൂത്ത മണം വരുന്നു, പച്ചച്ചുവയൊക്കെ മാറി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി, ഇത് ഏകദേശം വെന്തതാണ്. ടൊമാറ്റോ ഇത് വേവിച്ചാണല്ലോ,
ബ്ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ അത് പകുതി കൂടുതൽ വെന്ത് കഴിയും. അതിൻ്റെ തൊലി മാറ്റി അരച്ചെടുത്തതാണ്. 4 ഇടത്തരം ടൊമാറ്റോസ്. ഇത് ഒരു കോഴിക്കാണ് നമ്മൾ ഈ പാകത്തിന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ചേരുവകൾ ഒരു കോഴി എന്ന് വെച്ചാൽ ഒരു ഇടത്തരം കോഴി, ഒരു 1.5 കിലോയുടെ കോഴി, തൊലിയെല്ലാം മാറ്റി 10-35 പീസസായിട്ട് മുറിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഒരു 3/4 ടീസ്പൂണാണ് അളവ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ 1/2 ടീസ്പൂൺ ഇപ്പോഴേ ഇടാം, ബാക്കി 1/4 ടീസ്പൂൺ ഏറ്റവും അവസാനം ചേർക്കാം. അപ്പോൾ ഇതൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം എല്ലാം കൂടി ചേർന്ന് പൊടിച്ചത്. ഇതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചത്, അതും 3/4 ടീസ്പൂണാണ് അളവ്. അതിൽ 1/4 ടീസ്പൂൺ ഏറ്റവും അവസാനം. ഇപ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ബട്ടർ ചിക്കൻ ഒരു ചെറിയൊരു മധുരം ഉണ്ടാകും. കാര്യം ഈ ടൊമാറ്റോയുടെ പുളിയൊക്കെ ഒന്ന് ക്രമീകരിക്കും. അതിന് കൂടുതൽ ഷുഗറാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ, 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. എൻ്റെ ഒരു അളവിനത് 2 ടേബിൾ സ്പൂണാണ് അതിൽ. പിന്നെ കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ്. ഇനി ഏകദേശം 1 കപ്പോളം വെള്ളം. അപ്പം ഗ്രേവി വേണ്ടേ കുറച്ച് വെള്ളം, 1 മുതൽ 1.5 കപ്പ് വരെ ആകാം. കാര്യം നമ്മുടെ ഈ ചിക്കനെല്ലാം ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ അതൊന്ന് കിടന്ന് വേഗം. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർക്കും. ഇനി ഒരു തള വരണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രിൽ ചിക്കൻ പീസസ് അതിനകത്തേക്ക് ഇടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. ഇപ്പം നന്നായിട്ട് ഗ്രേവി തിളച്ച് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു ചാറത്ര നോക്കിയിട്ട് 1.5 കപ്പ് മുതൽ 2 കപ്പ് വെള്ളം വരെ ആകാം. കാര്യം ഇത്രയും ചിക്കൻ അതിൽ കിടക്കട്ടെ. അതിൻ്റെ പീസസ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഗ്രിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ്. ഇനി ചിക്കൻ ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് തിളയ്ക്കാം. ചെറുതായിട്ടൊന്ന് ഒന്ന് വെന്തതാണെങ്കിൽ പോലും ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് വേഗണം. അപ്പോൾ വീണ്ടും നമ്മൾ ഗ്രേവിയിലേക്ക് ആക്കിയിട്ട് പാത്രം ഒന്ന് അടച്ച് ഒരു 5-6 മിനിറ്റ് സമയം ഒന്ന് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചേർക്കാം. ഇപ്പോൾ ഒരു 7 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ടാകും. ഗ്രേവിയിലാണ് നന്നായിട്ട് ചിക്കൻ്റെ പീസസ് എല്ലാം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഇതെന്താ വേണ്ടത്? ഇനിയാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പ്രധാന കാര്യം ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ മഷി പോലെ അരച്ചെടുത്ത് ചേർക്കുക. ഇനി നമ്മുടെ ഗ്രേവി നല്ല കുറുകി വരും. കളറും ചെറുതായി മാറും. കുറച്ചുകൂടെ ഇളം ഓറഞ്ച് കളറായിട്ട്. സാധാരണ ഹോട്ടൽസിലൊക്കെ ആണെങ്കിൽ ഒരു എന്താ പറയുക, ബട്ടർ ചിക്കന് കുറച്ചുകൂടെ റെഡ് കളർ കിട്ടുന്നത് കുറച്ച് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ചേർക്കുന്നുണ്ടാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. വീട്ടിൽ ചെയ്യുമ്പോൾ കളേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നല്ല കുറുകി വരും. ഒരു തളയും കൂടി കഴിയുമ്പോൾ തന്നെ നല്ലൊരു തിക്ക് ഗ്രേവിയാണ്. അപ്പോൾ ഇപ്പം എന്തായി? ഇപ്പം ശരിക്കും ഒരു കുറുകിയ ഗ്രേവി ആയി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് മിനിറ്റ് കാര്യങ്ങളാണ്. ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തി ബാക്കിയുണ്ട്. 1/2 ടീസ്പൂൺ അല്ലേ ചേർത്ത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഫൈനൽ ടച്ച്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, അത് അവസാനം. അപ്പോൾ 3/4 ടീസ്പൂൺ ആകും. ഇതും കൂടി ആകുമ്പോൾ ഫൈനലായിട്ട് ഇത്രയും കൂടി ആവശ്യമുണ്ട്. മണം ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി. ഇനി ഒരു പ്രധാന കാര്യം ഫ്രഷ് ക്രീം. ഫ്രഷ് ക്രീം ഒരു 1/2 കപ്പോളം എടുത്ത് എന്നിട്ട് അതും കൂടി ചേർക്കുക. ഫ്രഷ് ക്രീമും ചേർത്ത് പിന്നെയും കളർ ലൈറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കറി കുറച്ചുകൂടെ റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി നല്ല ടേസ്റ്റുള്ള കറിയായി മാറുന്നു. ഇനി അവസാനത്തെ കാര്യം മല്ലിയില അരിയുക. ആവശ്യാനുസരണം ഇടുക. കഴിഞ്ഞു. നമ്മളുടെ ബട്ടർ ചിക്കൻ അഥവാ ചിക്കൻ മഖ്നി റെഡിയായി കഴിഞ്ഞു. ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റുക. നമ്മൾ ബട്ടർ ചിക്കൻ ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം.
ബട്ടർ ചിക്കൻ അഥവാ ചിക്കൻ മഖനി ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണാൻ മാത്രമല്ല സ്വാദിൻ്റെ കാര്യത്തിൽ ഒന്നാമനായിരിക്കും. ഞാൻ പറഞ്ഞില്ല. അപ്പം നിങ്ങൾ ഇതേ പ്രൊസീജിയർ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുക. ഞാൻ എങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കിയത് അതിൻ്റെ അളവും തൂക്കവും എല്ലാം കൃത്യമായി പാലിച്ചു പോയാൽ ഇത്രയും കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇത് ഏകദേശം ഒരു പെർഫെക്റ്റ് ബട്ടർ ചിക്കൻ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുക. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ വേണമെങ്കിലും, ബ്രെഡിൻ്റെ കൂടെ, ചപ്പാത്തി, നാൻ, പൊറോട്ട, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു വിഭവത്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച ബട്ടർ ചിക്കൻ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ. കാര്യം ഇപ്പോൾ വെക്കേഷൻ സമയമാണ്, കുട്ടികളെല്ലാം ഇങ്ങനെ വീട്ടിലുള്ള സമയമാണ്. അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അതിഥികൾ വന്നാലും ഉണ്ടാക്കി കൊടുക്കുക. ഇഷ്ടപ്പെട്ട് എന്തായാലും ഇത് ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.